വിശദമായി കിടക്കുമ്പോൾ കൊച്ചി തീരത്തെ കപ്പൽ ദുരന്തത്തിൽ കപ്പൽ കമ്പനിയിൽ നിന്നും സംസ്ഥാനത്തിന് വൻ നഷ്ടപരിഹാര സാധ്യതയാണുള്ളത്. തീരവാസികൾക്കും മത്സ്യത്തൊഴിലാളികൾക്കും നഷ്ടപരിഹാരം നൽകണമെന്ന് രാജ്യാന്തര നിയമവും ശുപാർശ ചെയ്യുന്നുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കപ്പൽ കമ്പനിയുമായി അടിയന്തരമായ ചർച്ച നടത്തി നഷ്ടപരിഹാരം തീരുമാനിക്കണമെന്നതാണ് ആവശ്യം. കണ്ടെയ്നർ മാലിന്യങ്ങൾ അടിഞ്ഞ് കേരളത്തിൽ കടുത്ത പ്രതിസന്ധി നേരിടുകയാണ്. ലോകത്തിൻ്റെ വിവിധയിടങ്ങളിൽ നടന്ന സമാന അപകടങ്ങളിൽ കപ്പൽ കമ്പനികൾ തന്നെ നഷ്ടപരിഹാരം നൽകിയിരുന്നു. കൊച്ചി തീരത്തെ ഈ കപ്പൽ അപകടവും അത്തരമൊരു സാധ്യത നമുക്ക് നൽകുന്നുണ്ട്. തീരവാസികൾക്കും മത്സ്യത്തൊഴിലാളികൾക്കും അടക്കം വലിയ നഷ്ടപരിഹാരം കിട്ടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇതിലേക്ക് കേരളം എത്ര കണ്ട് എത്തിച്ചേർന്നിട്ടുണ്ട്, എന്താണ് നമ്മൾ ഇതുവരെ സ്വീകരിച്ച നടപടികൾ തുടങ്ങിയ കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. രാജ്യാന്തര നിയമങ്ങളും സമുദ്ര നിയമങ്ങളുമൊക്കെ കൃത്യമായി കപ്പൽ അപകടങ്ങൾ, കപ്പൽ മലിനീകരണം സംഭവിച്ചാൽ എന്താണ് നടത്തേണ്ടത് എന്ന കാര്യത്തിൽ കൃത്യമായ വ്യവസ്ഥയുണ്ട് എന്നിരിക്കെയാണ് കേരളത്തിൻ്റെ നടപടികൾ എത്ര കണ്ട് എന്ന പ്രസക്തമായ ചോദ്യം കൂടി വരുന്നത്. ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, നമ്മൾ തുടക്കം മുതൽ ചർച്ച ചെയ്യുന്നതാണ് കൊച്ചി തീരത്തെ കപ്പൽ അപകടം. അതുണ്ടാക്കുന്ന പാരിസ്ഥിതിക പ്രത്യാഘാതം ഒരു വശത്തുണ്ട്, മറിച്ച് അത് നഷ്ടപ്പെടുത്തുന്ന ഇടങ്ങൾ, തീരവാസികൾക്കുണ്ടാകുന്ന പ്രതിസന്ധികൾ, മത്സ്യബന്ധന മേഖലയിലുണ്ടാകുന്ന നഷ്ടം, ഇതിനൊക്കെ വലിയൊരു നഷ്ടപരിഹാര സാധ്യതയുണ്ട്. എല്ലാം സംസ്ഥാന സർക്കാർ നൽകേണ്ടതില്ല, അവർ അല്ല ചെയ്യേണ്ടത്. അതിന് മറ്റൊരു സാധ്യത നമുക്ക് മുന്നിലുണ്ട്. അതിലേക്ക് കേരളം എത്ര കണ്ട് എത്തിയിട്ടുണ്ട്? അത്തരം ചർച്ചകൾ നടക്കുന്നുണ്ടോ? സജിത്ത്, ഒരുപക്ഷെ ഈ സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയായിരിക്കണം മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഈ കപ്പൽ ഛേദം അല്ലെങ്കിൽ ഈ കപ്പൽ മുങ്ങി കണ്ടെയ്നറുകൾ ഒഴുകി നടക്കുന്ന സാഹചര്യം അത് സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ടായത്. അതിന് പിന്നാലെയാണ് ഇത് സംബന്ധിച്ച്, അതായത് ഇതിന്റെ ആകെ നഷ്ടം എത്രയെന്ന് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഔദ്യോഗികമായ ഒരു സംഘത്തെ നിയോഗിച്ചിരിക്കുന്നത്. അവർ കൃത്യമായി ഇതിന്റെ കണക്കെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കപ്പൽ മുങ്ങിയത് മൂലം ഉണ്ടായ ആകെ നാശനഷ്ടങ്ങൾ എത്ര, അത് തീർച്ചയായും കേരളത്തിന്റെ അല്ലെങ്കിൽ സമുദ്ര സമ്പത്തിന് ഉണ്ടാക്കിയിരിക്കുന്ന നഷ്ടം, അത് പ്രകൃതിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന പാരിസ്ഥിതിക ആഘാതങ്ങൾ, ഇത് മുഴുവൻ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് അടിയന്തരമായി തന്നെ തയ്യാറാക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് സമാനമായ തരത്തിൽ ഈ കപ്പൽ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ പാലിക്കേണ്ട രാജ്യാന്തര നിയമങ്ങൾ പലതും നിലവിലുണ്ട്. ആ നിയമങ്ങൾ അനുസരിച്ച് നിലവിലുള്ള സമുദ്ര നിയമങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും വലിയൊരു, അതായത് നഷ്ടപരിഹാരത്തിന് കേരളത്തിന് സാധ്യത തുറക്കുന്നത്. സമാനമായ തരത്തിൽ 1993 MV ബ്രയർ ഓയിൽ ഷിപ്പ് അപകടം നടന്നപ്പോഴും, 2006 ഫിലിപ്പീൻസിലെ സോളാർ 1 കപ്പൽ ഛേദമുണ്ടായപ്പോഴും, 2007 ദക്ഷിണ കൊറിയയിലെ ഹെബറ്റ് കപ്പൽ ദുരന്തമുണ്ടായപ്പോഴും, 2018 ഫ്രാൻസിലെ ലോറിയന്റിലുണ്ടായ TK ബ്രമൻ അപകടമുണ്ടായപ്പോഴുമൊക്കെ സമാനമായി രാജ്യാന്തര നിയമങ്ങൾ അനുസരിച്ചുകൊണ്ടുള്ള നഷ്ടപരിഹാരം അതത് സർക്കാരുകൾക്ക് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരമൊരു സഹായം കേരളത്തിന് കൂടി ലഭിക്കും എന്നതാണ് നിലവിലെ സ്ഥിതി. അതായത് കേരളത്തിന്റെ സമുദ്ര സമ്പത്തിനെ ആശങ്കയിലാക്കുന്ന വിധത്തിൽ ഈ പുറംകടലിലുണ്ടായ കപ്പൽ ഛേദം ബാധിച്ചിട്ടുണ്ട് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അതുമൂലം മത്സ്യസമ്പത്ത് നശിക്കുന്ന സാഹചര്യം, അതോടൊപ്പം മത്സ്യത്തൊഴിലാളികൾക്ക് ആശങ്കയ്ക്ക് വഴിവെക്കുന്ന പശ്ചാത്തലം, ഇങ്ങനെയൊരു പശ്ചാത്തലം കൂടി കണക്കിലെടുത്തുകൊണ്ട് ഈ രാജ്യാന്തര നിയമങ്ങൾ നിഷ്കർഷിക്കുന്നതനുസരിച്ച് ഈ കപ്പൽ കമ്പനി MSC കമ്പനി തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു വലിയ സാമ്പത്തിക സഹായം അല്ലെങ്കിൽ നഷ്ടപരിഹാര തുക സംസ്ഥാനത്തിന് കൈമാറുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയേക്കും എന്നാണ് സൂചന. അതിന് മുന്നോടിയായിട്ടാണ് ഈ കപ്പൽ ഛേദം ഉണ്ടായതിലൂടെ ആകെ ഉണ്ടായ സാമ്പത്തിക പാരിസ്ഥിതിക ആഘാത നഷ്ടങ്ങൾ എത്രയെന്ന് പഠിക്കുന്നതിന് വേണ്ടി ഒരു 3-അംഗ സമിതി ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക റിപ്പോർട്ട് അടിയന്തരമായി സമർപ്പിക്കാൻ ഒരുങ്ങുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. യെസ്, ആ തരത്തിലേക്ക് പോവുകയാണ്. ഒപ്പം ഡാൻ, ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് സംബന്ധിച്ച് നമുക്ക് സമീപകാല അനുഭവങ്ങൾ മറ്റെന്തെങ്കിലും ഉണ്ടോ? കാരണം കേരളത്തിനെ സംബന്ധിച്ച് ഇത്തരം കപ്പൽ അപകടങ്ങൾ മുൻകാലങ്ങളിൽ നമുക്ക് മുന്നിൽ കാര്യമായിട്ടില്ല. ഇന്ത്യൻ തീരങ്ങളിൽ നടന്ന അപകടങ്ങളിൽ അന്ന് സർക്കാരുകൾ സ്വീകരിച്ച നടപടികൾ എന്തൊക്കെയാണ്? അതാണോ കേരളത്തിൻ്റെ ഈ നടപടികൾക്കൊരു നിയമപ്രാബല്യം അല്ലെങ്കിൽ കൂടുതൽ പിന്തുണ ഉറപ്പുവരുത്തുന്നത്? ഈ എണ്ണ മലിനീകരണവുമായി ബന്ധപ്പെട്ട് 2001 നിലവിൽ വന്ന ബങ്കർ കൺവെൻഷനും അതുമായി ബന്ധപ്പെട്ട അടിയന്തര നഷ്ടപരിഹാരം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായ മാനദണ്ഡങ്ങൾ നിഷ്കർഷിച്ചിട്ടുണ്ട്. സമാനമായ തരത്തിൽ മറ്റ് നിയമങ്ങൾ കൂടി 2021 കൊളംബോയിലുണ്ടായ എക്സ്പ്രസ് പേൾ അപകടത്തെ തുടർന്ന് 1680 ടൺ പ്ലാസ്റ്റിക് വസ്തുക്കൾ കടലിൽ കലരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അത് കടലാമകളെയും മത്സ്യസമ്പത്തിനെയും ഒക്കെ വളരെ ദോഷകരമായി ബാധിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. അങ്ങനെയുണ്ടായ സാഹചര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരം കപ്പൽ ഛേദങ്ങൾ ഉണ്ടായാൽ
കപ്പൽ ഉടമ ആരാണോ, ഉടമസ്ഥാവകാശമുള്ള കമ്പനി ഏതാണോ ആ കമ്പനി തന്നെ വലിയ നഷ്ടപരിഹാര തുക അതത് സർക്കാരുകൾക്ക്, അതത് ഈ സമുദ്രാതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങൾ ഏതാണോ അതത് സർക്കാരുകൾക്ക് കൈമാറണമെന്നൊരു രാജ്യാന്തര വ്യവസ്ഥ നിഷ്കർഷിക്കപ്പെട്ടത്. അതനുസരിച്ച് ഈ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾക്ക് പുറമെ ഈ സമുദ്ര സമ്പത്തിന് ഉണ്ടാകുന്ന ആഘാതം അത് മറികടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നഷ്ടപരിഹാരം കൂടി ഈ തുകയിൽ ഉൾപ്പെടുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ അതൊരു വലിയ തുക നഷ്ടപരിഹാരമായി സംസ്ഥാനത്തിന് ലഭിക്കാനുള്ള ഒരു സാധ്യതയാണ് ഉരുത്തിരിയുന്നത്. ഒരുപക്ഷെ ഇത്തരത്തിൽ വലിയൊരു ദുരന്തം രാജ്യത്ത് സമീപകാലത്തൊന്നും ഉണ്ടായിട്ടില്ല എന്ന് വേണം പറയാൻ. അതായത് ഇങ്ങനെ ഒരു കപ്പൽ ഛേദമുണ്ടായി, ഏതാണ്ട് 460-ലധികം കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്ന ഒരു വലിയ കപ്പൽ മുങ്ങിപ്പോകുന്നു. അതിൽ തന്നെ കാൽസ്യം കാർബൈഡ് അടക്കമുള്ള സങ്കീർണമായ വസ്തുക്കൾ അടങ്ങിയ 13ഓളം കണ്ടെയ്നറുകൾ, അതിൽ ചിലത് മാത്രം കപ്പലിനുള്ളിലെന്ന് കൃത്യമായി സർക്കാർ തന്നെ പുറത്തുവിട്ട രേഖകളിൽ വ്യക്തമാക്കുന്നു. ബാക്കി കടലിൽ ഒഴുകി നടക്കുന്ന സാഹചര്യം അങ്ങനെയാണ് ഉണ്ടായത്. അത് ഉണ്ടാക്കുന്ന പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊരു സഹായത്തിലുള്ള നഷ്ടപരിഹാരം ലഭിക്കാനുള്ള സാധ്യത ഉരുത്തിരിയുന്നത്. ഒരുപക്ഷെ ഇത് മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം ഇതിനെ ഒരു സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിക്കുന്ന തരത്തിലേക്ക് സർക്കാർ തന്നെ എത്തിയതെന്ന് വേണം നിലവിലെ സാഹചര്യങ്ങളിൽ നിന്ന് വായിച്ചെടുക്കാൻ. ഡാൻ, ഒന്ന് തുടരുക. സതീഷ് ഗോപി ഈ മേഖലയിലെ വിദഗ്ധൻ കൂടിയാണ്, അദ്ദേഹം നമുക്കൊപ്പം ചേരുന്നു. ശ്രീ സതീഷ് ഗോപി, കേരള തീരത്ത് നടന്ന ഒരു കപ്പൽ അപകടമാണ്. അതുണ്ടാക്കുന്ന മലിനീകരണ പ്രശ്നങ്ങൾ നിരവധിയാണ്. നമുക്കറിയാം, ഇപ്പോൾ തന്നെ മത്സ്യത്തൊഴിലാളികൾ പ്രതിസന്ധിയിലാണ്. ഇതിനു പുറമെ മത്സ്യം ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു ക്യാമ്പയിൻ ഇങ്ങനെ ആ മേഖലയെ തന്നെ വലിയ പ്രതിസന്ധിയിലാക്കിയ സാഹചര്യമുണ്ട്. ഇതിനു പുറമെ തീരദേശങ്ങളിൽ ഈ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുമ്പോൾ ഉണ്ടാകുന്ന സാഹചര്യം, എങ്ങനെ നമുക്കൊരു നഷ്ടപരിഹാരം വാങ്ങിച്ചെടുക്കാം എന്ന ചോദ്യത്തിലാണ്. കൃത്യമായ അന്താരാഷ്ട്ര നിയമങ്ങൾ, സമുദ്ര നിയമങ്ങൾ അത് സംബന്ധിച്ചുണ്ട്. എങ്ങനെയാണ് നമ്മുടെ മൂവ്മെന്റ് നടക്കേണ്ടത്? ഇപ്പോ ഈ ചോദ്യം വളരെ പ്രസക്തമാണ് ഈ ഇന്നത്തെ സാഹചര്യത്തിൽ. ഇവിടെ ഒരു കപ്പലിലെ മൊത്തം സാധനങ്ങളും കപ്പലിനെയും ഇൻഷുർ ചെയ്യുന്ന ഒരു കമ്പനി ഉണ്ടാവും. ആ കമ്പനി ഏതെങ്കിലും തരത്തിൽ ഒരു അപകടം ഉണ്ടായാൽ അതിന് ഇൻഷുറൻസ് നൽകേണ്ടത് ആ കമ്പനിയുടെ ചുമതലയാണ്. അതിൽ അന്താരാഷ്ട്ര നിയമങ്ങളെല്ലാം ഉണ്ട്. ആ നിയമങ്ങളെല്ലാം കൃത്യമായി പാലിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനിക്ക് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു അപകടം ഉണ്ടായാൽ അതിന് ആ അപകടത്തിൽപ്പെട്ടവർക്ക് അല്ലെങ്കിൽ അപകടവുമായി ബന്ധപ്പെട്ട് നഷ്ടമുണ്ടായവർക്ക് ആ നഷ്ടം നികത്തേണ്ടതാണ്. അതിൽ നിന്ന് ആർക്കും മാറി നിൽക്കാൻ ഒക്കില്ല. ഇപ്പോ ലോകത്ത് ഒരു വർഷം പിന്നീട് ഏകദേശം 60 മുതൽ 100 വരെ കപ്പൽ അപകടങ്ങൾ ഉണ്ടാകുന്നതാണ് ഒരു കണക്ക്. അപ്പോ 60 മുതൽ 100 വരെ കപ്പൽ അപകടങ്ങൾ ഉണ്ടാകും. അതില് കപ്പൽ അപകടത്തിൽപ്പെട്ടവർക്ക് അല്ലെങ്കിൽ ഈ അപകടം മൂലം തീരദേശത്ത് വസിക്കുന്നവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അവർക്കും എല്ലാം നഷ്ടപരിഹാരം കൊടുക്കാൻ കമ്പനി ബാധ്യസ്ഥരാണ്. പക്ഷെ ഒരു കാര്യം നമ്മൾ പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കൊച്ചിയിൽ നിന്നും ഏകദേശം 70 കിലോമീറ്റർ പുറത്ത് ഒരു കപ്പലപകടം ഉണ്ടായി. അതിലെ കണ്ടെയ്നറുകൾ പിന്നീട് വെള്ളത്തിൽ വീണു, കടലിൽ വീണു. ആ കണ്ടെയ്നറിലെ കെമിക്കൽസ് ഉണ്ടായിരുന്നു. ആ കെമിക്കൽസ് കാൽഷ്യം കാർബൈഡ് പോലെയുള്ള കെമിക്കൽസ് വെള്ളവുമായി കലർന്നു എന്ന് പറയുമ്പോൾ തന്നെ ഒരു 100 കണ്ടെയ്നർ കടലിൽ പതിച്ചിട്ടുണ്ട് എന്ന് കരുതുക. ഇനി ഇന്ത്യൻ മഹാസമുദ്രത്തിലെ വെള്ളം എടുക്കുകയാണെങ്കിൽ, ഇന്ത്യൻ മഹാസമുദ്രത്തിലെ വെള്ളം എന്ന് പറയുന്നത് മൊത്തം ഭൂമിയിലുള്ള വെള്ളത്തിന്റെ 19.3% ഇന്ത്യൻ മഹാസമുദ്രത്തിലുള്ളത്. ഇന്ത്യൻ മഹാസമുദ്രത്തിലുള്ള വെള്ളം മൊത്തം എത്രയുണ്ടെന്ന് ചോദിച്ചാൽ ഏകദേശം 2640 ക്യൂബിക് കിലോമീറ്റർ, അതായത് 2640 ലക്ഷം ക്യൂബിക് കിലോമീറ്റർ വെള്ളമാണ് ഇതിലുള്ളത്. ലക്ഷം എന്നുള്ള ഞാൻ അടിവരയിട്ട് പറയുന്നു. 2640 ലക്ഷം ക്യൂബിക് കിലോമീറ്റർ ആണ്. ക്യൂബിക് മീറ്റർ അല്ല, ക്യൂബിക് കിലോമീറ്റർ. 1 കിലോമീറ്റർ നീളം, 1 കിലോമീറ്റർ വീതി, 1 കിലോമീറ്റർ പൊക്കം. അതിനകത്ത് വരുന്ന വെള്ളമാണ് 1 കിലോമീറ്റർ ക്യൂബ് എന്ന് പറയുന്നത്. നമ്മുടെ വേമ്പനാട് ലേക്കിൽ 1 കിലോമീറ്റർ ക്യൂബ് വെള്ളം പോലും ഇല്ല. ആ സ്ഥലത്താണ് ഇന്ത്യൻ മഹാസമുദ്രത്തില് 2640 ലക്ഷം ക്യൂബിക് കിലോമീറ്റർ വെള്ളമുള്ളത്. അപ്പൊ ഇതിനകത്ത് ഈ വീണ മാലിന്യങ്ങൾ കംപ്ലീറ്റ് ന്യൂട്രലൈസ് ചെയ്തു പോകും. ഓഷ്യനോഗ്രാഫി പഠിക്കുന്ന ഒരാൾക്ക് ക്ലിയർ ആയിട്ട് അറിയാം. അതിനെ ന്യൂട്രലൈസ് ചെയ്യാനുള്ള കഴിവ് നമ്മുടെ സമുദ്രത്തിനകത്തുണ്ട്. കാരണം നമ്മുടെ സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് അഗ്നിപർവ്വതങ്ങളുണ്ട്. ഈ അഗ്നിപർവ്വം എറപ്റ്റ് ചെയ്യുമ്പോൾ
ലക്ഷക്കണക്കിന് ടണ്ണാണ് സൾഫറും ഫോസ്ഫറസും ഒക്കെ അത് പുറന്തള്ളുന്നത്. അതിനെയൊക്കെ നിർവീര്യമാക്കാൻ നമ്മളെ സമുദ്രത്തിന് കഴിവുണ്ട്. അതുകൊണ്ട് ഇതിപ്പോ കോസ്റ്റൽ ഏരിയയിൽ വന്നിരിക്കുന്ന ഒരു ഇതെന്ന് പറഞ്ഞത് പ്ലാസ്റ്റിക് മാലിന്യം, പ്ലാസ്റ്റിക് ഗ്രാന്യൂൾസ്. അത് ആ ഗ്രാന്യൂൾസ് നമുക്ക് കളക്ട് ചെയ്ത് മാറ്റാവുന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഫിഷിംഗ് മേഖലയിൽ എന്റെ അഭിപ്രായത്തില് മീന് പിടിക്കുന്നതിനോ മീന് കഴിക്കുന്നതിനോ ഒന്നും ഒരു കുഴപ്പമില്ല. ഇതൊന്നും ഒരു പ്രശ്നവും ഇല്ല. അതിങ്ങനെ ഒരു കിംവദന്തി ആരെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ അതിന്റെ പിന്നിൽ ചില ഗൂഢലക്ഷ്യങ്ങൾ അവർക്കുണ്ടാവാം. ഇത് മത്സ്യമേഖലയെ യാതൊരു തരത്തിലും അഫക്ട് ചെയ്യില്ല. പിന്നെ ഈ കാലഘട്ടത്തില് ഇപ്പോ മൺസൂൺ കാലഘട്ടം ആയതുകൊണ്ട് അവർക്ക് കടലിലിറങ്ങാനും ഈ മത്സ്യബന്ധനം നടത്തുന്ന അല്ലെങ്കിൽ അതുമായി ഉപജീവനം നടത്തുന്നവർക്ക് കടലിലിറങ്ങാനും മത്സ്യം പിടിച്ച് അവർക്ക് ഉപജീവനം കഴിച്ചുകൂടാനും ഇപ്പൊ പ്രായോഗികമായിട്ട് കുറെ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇപ്പോ ഇത് വരികയാണ്, നമ്മുടെ പിന്നീട് ബന്ധനത്തിന് നിരോധനം വരികയാണ്, ട്രോളിംഗ് നിരോധനമുണ്ട്. അത് മാത്രമല്ല ഇപ്പോ കടലിൽ പോയി മത്സ്യം പിടിക്കാൻ പറ്റിയ സാഹചര്യമല്ലേ. കപ്പൽ മറിയുന്ന സമയത്ത് കടലിൽ ഇറങ്ങരുത് എന്നുള്ള മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. കാരണം അന്ന് 1 മീറ്റർ മുതൽ ഏകദേശം മീറ്റർ വരെ പൊക്കത്തിൽ തിരയടിക്കുന്നുണ്ട്. അതുകൊണ്ട് കടലിൽ ഇറങ്ങരുത് എന്നുള്ളൊരു മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഈ മത്സ്യമേഖലയിൽ അത് വലിയ ആഘാതം സൃഷ്ടിച്ചിട്ടില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും, തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. പിന്നെ അതുകൊണ്ട് അവർക്ക് ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വന്നടിയുന്നതുകൊണ്ട് അവർക്ക് ഏതെങ്കിലും തരത്തില് മത്സ്യബന്ധനം നടത്താൻ അവർക്ക് ഒരു ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ നഷ്ടപരിഹാരം അവർക്ക് കൊടുക്കേണ്ടതാണ്. പക്ഷെ ഒന്നുകൂടെ ഞാൻ അടിവരയിട്ട് പറയുന്നു, മത്സ്യബന്ധനത്തിനോ ഈ പിടിക്കുന്ന മത്സ്യം കഴിക്കുന്നതിനോ ഒരു കുഴപ്പവുമില്ല. അതെ, സതീഷ് ഗോപി, ഒരു ചെറിയ കാര്യം നമുക്ക് അത് അവിടെ നിൽക്കട്ടെ. അതിനപ്പുറം ഈ നഷ്ടപരിഹാര സാധ്യത നമുക്ക് വാങ്ങിച്ചെടുക്കാൻ ഇപ്പോൾ സംസ്ഥാന സർക്കാരുകളോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരോ നൽകുന്നതിനപ്പുറം ഈ കപ്പൽ കമ്പനി തന്നെ നൽകാൻ സാധ്യതയുള്ള ഒരു വലിയ നഷ്ടപരിഹാരമുണ്ട്. അതിന് കൃത്യമായ അന്താരാഷ്ട്ര നിയമങ്ങളുമുണ്ട്. ആ സാധ്യത നമ്മൾ പ്രയോജനപ്പെടുത്തുമോ എന്നതാണ് ചോദ്യം. ആ സാധ്യത നമ്മൾ ഉണ്ടെങ്കിൽ അത് പ്രയോജനപ്പെടുത്തണം. പക്ഷെ വേറൊരു കാര്യമുണ്ട്, അന്താരാഷ്ട്ര നിയമങ്ങൾക്കനുസരിച്ചിട്ട് നമ്മുടെ തീരത്ത് അങ്ങനെ ഒരു പിന്നീട് എന്താ പറയുന്നത് ഒരു കുഴപ്പം ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ അതുകൊണ്ട് ആ കപ്പല് ക്യാപ്സൈസ് ചെയ്തുകൊണ്ട് കപ്പലിന്റെ പിന്നീട് വേസ്റ്റുകൾ തീരത്ത് വന്നടിഞ്ഞ് ഇത്ര നഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യണം. അത് ഫുൾ പ്രൂഫ് ആയിരിക്കണം, അത് തെറ്റാൻ പാടില്ല. അത് വന്ന് കമ്പനിയുടെ ആൾക്കാർ പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ അവർ നഷ്ടപരിഹാരത്തിലേക്ക് നീങ്ങുകയുള്ളൂ. അപ്പോ നമ്മളിത് പറഞ്ഞാൽ മാത്രം പോരാ, നമ്മൾ പ്രൂവ് ചെയ്യണം. എത്ര നഷ്ടമുണ്ടായി എന്നുള്ളത് കൃത്യമായിട്ട് രേഖകളിൽ പ്രൂവ് ചെയ്യണം. അന്താരാഷ്ട്ര നിയമങ്ങളുണ്ടെങ്കിൽ ആ നിയമങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഈ നഷ്ടപരിഹാരം കണക്കാക്കേണ്ടത്. ഇത് വന്ന് തിരിച്ച് ഏത് കമ്പനിയാണോ അവരുടെ കമ്പനിയുടെ ആൾക്കാർ വന്ന് ഇത് പരിശോധിക്കുകയും ചെയ്യും. പരിശോധിച്ച് ഉറപ്പുവരുത്തിയാൽ മാത്രമേ നമുക്ക് നഷ്ടപരിഹാരം കിട്ടുകയുള്ളൂ. ഈ കാര്യങ്ങളെല്ലാം ചേർത്ത് വെച്ചാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ശരി, വളരെ നന്ദി. സതീഷ് ഗോപി, ഹൈഡ്രോളജിസ്റ്റ്, അദ്ദേഹം ഈ മേഖലയിലെ വിദഗ്ധൻ കൂടിയാണ്. അദ്ദേഹം പ്രതികരിച്ചതിന്. ചാൾസ് ആന്റണി, മത്സ്യത്തൊഴിലാളികളുടെ പ്രതിനിധിയാണ്. ചാൾസ് ജോർജ് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ചാൾസ് ജോർജ്, താങ്കൾ ഈ അപകടമുണ്ടായ തുടക്ക ദിവസം തന്നെ ഇതിൽ ദുരൂഹത, അതല്ലെങ്കിൽ എങ്ങനെ ഇത് കൊച്ചി തീരത്ത് തന്നെ അപകടമുണ്ടായി, അത് മത്സ്യ മേഖലയ്ക്ക് ഉണ്ടാക്കുന്ന പ്രതിസന്ധിയൊക്കെ പറഞ്ഞിരുന്നു. യഥാർത്ഥത്തിൽ ഈ പ്രതിസന്ധി ഉണ്ടായതിനു ശേഷം മത്സ്യത്തൊഴിലാളി മേഖലയിൽ നിങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ? ഞങ്ങളുടെ ആശങ്കയാണ് ഇതിലൊരു യഥാർത്ഥത്തിൽ കയറുന്ന കണ്ടെയ്നറുകളെ ലിസ്റ്റ് എടുക്കും. ചാൾസ് ജോർജ്, അദ്ദേഹത്തിന് ഫോൺ കണക്ട് ചെയ്യാൻ ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. എന്തായാലും മത്സ്യമേഖലയ്ക്ക് അല്ലെങ്കിൽ തീരവാസികൾക്കുണ്ടായ നാശനഷ്ടം പരിഹരിക്കാൻ കൃത്യമായ നഷ്ടപരിഹാര സാധ്യതകൾ മുന്നിലുണ്ട്. ആ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ സംസ്കാരം തയ്യാറാവട്ടെ. എന്തായാലും ഇതുണ്ടാക്കിയ നാശനഷ്ടങ്ങൾ പഠിക്കാൻ സംസ്ഥാനം ഒരു സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. ആ സമിതിയുടെ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. കപ്പൽ കമ്പനിയുമായുള്ള ചർച്ചകൾ ഉടൻ തന്നെ ആരംഭിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഡാൻ, അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടി. നിലവിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയാണ് ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. ഒപ്പം ചീഫ് സെക്രട്ടറി തലത്തിലാണ് ആ ചർച്ചകൾ നടക്കുന്നത്. എന്താണ് നിലവിൽ ഈ നഷ്ടപരിഹാരം വാങ്ങിച്ചെടുക്കുന്നതിന് വേണ്ടി സർക്കാർ ഇതുവരെ നടത്തിയിരിക്കുന്ന പ്രവർത്തനം? ഒപ്പം തന്നെ ഈ തീരത്തെ മാലിന്യം നീക്കാൻ ഉള്ള ആദ്യത്തെ ആർജവത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ടോ?
സജിത്ത്, പ്രാഥമികമായ നടപടികളുടെ ഭാഗമായാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു സമിതി ഇതുമായി ബന്ധപ്പെട്ട് ഈ കണക്കെടുപ്പ് നഷ്ടപരിഹാരത്തിന്റെ അല്ലെങ്കിൽ ഈ ആകെ ഉണ്ടായ നഷ്ടത്തിന്റെ കണക്കെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെയായിരിക്കും ഈ സമുദ്ര ഗവേഷണ രംഗത്തെ വിദഗ്ധരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത് പാരിസ്ഥിതികമായി ഉണ്ടാക്കിയേക്കുന്ന പ്രത്യാഘാതങ്ങൾ, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, അതോടൊപ്പം സമുദ്ര സമ്പത്തിനെ ഏത് തരത്തിലാണ് ഈ ഒരു ദുരന്തം ബാധിച്ചിരിക്കുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തമായ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. അതിനുശേഷം അത് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിന് കൈമാറുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ നിന്നായിരിക്കും രാജ്യാന്തര ഇടപെടലുകളുടെ ഭാഗമായി ഈ MSC കമ്പനിയുമായി ഇതുമായി ബന്ധപ്പെട്ട് നഷ്ടപരിഹാരത്തിന് ക്ലെയിം ഉന്നയിക്കുന്നത്. അവിടെ കൃത്യമായി അദാനി പോർട്ടിന്റെ ഭാഗത്ത് നിന്ന് ഉൾപ്പെടെയുള്ള ഇടപെടൽ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ അധികം വൈകാതെ തന്നെ ഈ നഷ്ടപരിഹാരം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ പൂർത്തിയാകും. മറ്റ് നിയമപ്രശ്നങ്ങൾ ഒന്നുമില്ല എങ്കിൽ ആ നഷ്ടപരിഹാരം സംസ്ഥാന സർക്കാരിന് വൈകാതെ തന്നെ ലഭിച്ചേക്കും എന്ന് തന്നെയാണ് ലഭിക്കുന്ന സൂചനകൾ. യെസ്, അതാണ് ഡാൻ കുര്യൻ സൂചിപ്പിച്ചത്. ഒരിക്കൽ കൂടി ചാൾസ് ജോർജ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ചാൾസ് ജോർജ്, മത്സ്യത്തൊഴിലാളികൾക്ക് നഷ്ടപരിഹാരം വാങ്ങിച്ചെടുക്കുന്നതിന് വേണ്ടി, ഈ കപ്പൽ കമ്പനിയിൽ നിന്നും വാങ്ങിച്ചെടുക്കുന്നതിന് വേണ്ടി സർക്കാർ കുറേ പ്രവർത്തനങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് മുന്നോട്ട് പോകുന്നുണ്ടോ? നിങ്ങളെ വിശ്വാസത്തിലെടുത്തിട്ടുണ്ടോ? ഇതിൽ ഒരുപാട് പ്രീസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. മുൻപ് ഒരു കപ്പൽ, അതിന്റെ വില $625 മില്യൺ കപ്പലിന്റെ വില. അത് മുങ്ങി, അത് അപകടമുണ്ടായ ശേഷം $2 ബില്യൺ അവർ കൊടുക്കേണ്ടി വന്നത്. അതിന് 3 ഇരട്ടി വില കർഷകർക്ക് കൊടുക്കുന്ന അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. 2021 ഒരു കപ്പൽ നിന്ന് കത്തി ആഴ്ചകളോളം, അതിനുശേഷം മുങ്ങി. അത് ഒരുപാട് പ്ലാസ്റ്റിക് പെല്ലറ്റ്സ് പുറത്തുപോയി. അത് കഴിച്ച് കടലാമ ചത്തുപോയി. ഇവിടെ ഇപ്പൊ വന്നിരിക്കുന്നത് പ്ലാസ്റ്റിക് ആർട്ടിൽസ് ആണ്. അത് കടപ്പുറത്ത് മുഴുവൻ അടഞ്ഞു കിടക്കുകയാണ്. അത് മാറ്റി റിമൂവ് ചെയ്യണം. മത്സ്യബന്ധന മേഖല ഉണ്ടാക്കരുത്, പരിശോധിക്കണം. അതിനുവേണ്ടി വിദഗ്ധന്മാരെ നിയമിക്കണം. അത് മാത്രമല്ല, യഥാർത്ഥത്തിൽ നമ്മൾ നിയമം ലംഘിച്ചാൽ കപ്പൽ ഓടിച്ചത് ആ ക്യാപ്റ്റനെ നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടിയിരുന്നു. അത് ചെയ്യാതെ വഴിയാണ് നമ്മൾ കുഴപ്പത്തിലയക്കുന്നത്. മാത്രമല്ല, അന്താരാഷ്ട്ര സമ്മേളനങ്ങൾ ഒരുപാടുണ്ട്. പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് കേസിന് നമുക്ക് നല്ല നമുക്കുള്ളത്. അത് വെച്ചുകൊണ്ട് ക്ലെയിം ചെയ്യണം. നഷ്ടം പരിഹരിക്കാതിരിക്കും, നഷ്ടം ഉണ്ടായിരിക്കുന്നത് അവരുടെ വിഷയമാണ് പരിഹരിക്കേണ്ടത്. ശരി, ചാൾസ് ജോർജ് പറയുന്നത് പോലെ നഷ്ടപരിഹാരം വാങ്ങിച്ചെടുക്കുന്നതിന് വേണ്ടി സർക്കാർ എത്ര കണ്ട് ഇടപെടൽ നടത്തി എന്ന കാര്യത്തിൽ മത്സ്യത്തൊഴിലാളി വിശ്വാസത്തിലെടുക്കാൻ തയ്യാറാവണം. മുൻകാലങ്ങളിലും നമുക്ക് പല അനുഭവങ്ങളുമുണ്ട്. മത്സ്യത്തൊഴിലാളികൾ മാത്രം അതിൻ്റെ ദുരന്തം അനുഭവിക്കേണ്ടി വന്ന സാഹചര്യങ്ങൾ സംസ്ഥാനത്തുണ്ടായിട്ടുണ്ട്. സമാനമായ സാഹചര്യം ഇവിടെയും ഉണ്ടാകുമോ? ആ ഒരു സാഹചര്യമുണ്ട്. എന്തായാലും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഇക്കാര്യത്തിൽ മുന്നോട്ട് പോയിട്ടുണ്ട് എന്നതാണ് അവർ തന്നെ വ്യക്തമാക്കുന്നത്. യെസ്, ഡോക്ടർ മുഹമ്മദ്, സമുദ്ര ശാസ്ത്രജ്ഞൻ കൂടിയാണ്, അദ്ദേഹം കൂടി നമുക്കൊപ്പം ചേരുന്നു. ഡോക്ടർ, ഈ സമുദ്ര മേഖലയിലുണ്ടായ ഈ നാശനഷ്ടങ്ങൾ അത് പരിഹരിക്കാൻ അത് കൃത്യമായി ഇടപെടൽ നടത്താൻ കഴിയുന്ന അന്താരാഷ്ട്ര നിയമങ്ങൾ നമുക്കുണ്ട്. അതിൽ ആദ്യം നഷ്ടപരിഹാരം നൽകേണ്ടത് തന്നെ ഈ കപ്പൽ കമ്പനിയാണ്. ഇതുവരെയുള്ള നമ്മുടെ ഇടപെടലുകൾ എത്ര കണ്ട് അത് ആർജവം ഉണ്ടാക്കിയിട്ടുണ്ട്? ഒപ്പം തന്നെ ഈ കപ്പൽ അപകടം നമ്മുടെ തീരത്തിനുണ്ടാക്കിയ നാശനഷ്ടം, പരിസ്ഥിതി നഷ്ടം, ഇത് സംബന്ധിച്ച ഒരു പഠനം നിലവിൽ നടക്കുന്ന ഫോർമാറ്റിൽ തന്നെ നടന്നാൽ മതിയോ? ഇതില് മറ്റേ കമ്പനിയുടെ നാശനഷ്ടവും അത് പരിഹാരം കമ്പനി നടക്കുന്നതിനെ കുറിച്ച് എനിക്ക് എഫക്റ്റീവായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. ബിക്കോസ് ഇതിപ്പോ ഒരു നമ്മുടെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിലുള്ളത് കൊണ്ട് അതിന്റെ ജൂറിസ്ഡിക്ഷൻ ഒരു ലോ ഓഫ് ദി സീ ബേസ്ഡ് ആയിരിക്കും. അത് ഇന്റർനാഷണൽ ലോ ഓഫ് ദി സീ ഉണ്ട് ഓഫ് ഷോറിലുള്ളത്. അതെല്ലാം നമ്മളുടെ സ്റ്റേറ്റ് ഗവൺമെന്റും ഈ കമ്പനിയുമായിട്ടുള്ള നെഗോസിയേഷനും കൂടി ആയിരിക്കും എന്നുള്ളതിനെ കുറിച്ച് എനിക്കറിയില്ല ഡീറ്റെയിൽസ്. ഐ എം നോട്ട് എൻ എക്സ്പെർട്ട് ഓൺ ദാറ്റ്. പക്ഷെ മറ്റ് പരിസ്ഥിതി റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇമ്മീഡിയറ്റ് ആയിട്ട് അക്യൂട്ട് ടോക്സിസിറ്റി ഉള്ള സാധനങ്ങൾ അതിൻ്റെ അകത്ത് ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ബിക്കോസ് ദർ ഈസ് നോ ഇമ്മീഡിയറ്റ് ഫിഷ് കിൽ, ഇല്ലെങ്കിൽ ആ രീതിയിലുള്ള ആസ്പെക്ട്സ് കുറവാണ്. പക്ഷെ ഒരു ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള പ്ലാസ്റ്റിക് നെർഡിൽസ് എന്ന് പറയും, ഈ മൈക്രോ പ്ലാസ്റ്റിക്സിന്റെ കുറച്ച് സാധനം സ്പിൽ ഓഫ് ആയിട്ടുണ്ട്. അത് ഡെഫിനറ്റ്ലി വിൽ റിമെയിൻ ഇൻ ദി സിസ്റ്റം. കുറച്ച് നാളത് ഫ്ലോട്ട് ചെയ്ത് പല സ്ഥലങ്ങളിലുമായിട്ട് കിടക്കാനും പല രീതിയിൽ അത് ഫുഡ് ചെയിനിലേക്ക് വരാനുള്ള സാധ്യതകളുണ്ട്. ഇമ്മീഡിയറ്റ് ആയിട്ട് അത് ഫിഷിനെയോ മറ്റൊന്നും അഫക്ട് ചെയ്യില്ലായിരിക്കും.
ചെയ്യാൻ സാധ്യതയില്ല. ബിക്കോസ് ഫുഡ് ചെയിനിൽ കൂടെ അത് ബിൽഡപ്പ് ആയിട്ടൊക്കെ വരാനൊക്കെ സമയമെടുക്കും. പക്ഷെ അറ്റ് ദി സെയിം ടൈം അത് കറന്റ്ലി മൈക്രോ പ്ലാസ്റ്റിക്സ് ഒരു ഇഷ്യൂ ആണ്. അപ്പൊ ഇതൊരു മൈക്രോ പ്ലാസ്റ്റിക്സിന്റെ ഗ്രൂപ്പിൽ പെടുന്ന ഒരു സാധനമായതുകൊണ്ട് അത് സ്വാഭാവികമായിട്ടും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ്, അതിന് പറ്റിയ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് CMFRO, CFTO, ഇൻകോയ്സോ, CMLRO ഒക്കെ ഇനിഷ്യേറ്റ് ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അത് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ലോങ് ടേം ആയിട്ട് തന്നെ സ്റ്റഡി ചെയ്യേണ്ടി വരും. ഓയിൽ ബേസ്ഡ് ഐ ഡോണ്ട് തിങ്ക് ദർ ഈസ് എ ലാർജ് ക്വാണ്ടിറ്റി സ്പില്ലേജ് ഉണ്ടായിരുന്നു ഞാൻ വിചാരിക്കാനില്ല. ഉണ്ടെങ്കിൽ സർഫേസിൽ കുറച്ച് സ്പ്രെഡിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ അതിപ്പോ അതിനുള്ള സംവിധാനങ്ങളുണ്ട്. ബോയൊക്കെ ഉപയോഗിച്ച് അത് കട്ട് ഓഫ് ചെയ്തിട്ട് സ്പോഞ്ചസ് പോലെയുള്ള സാധനം വെച്ച് അത് സക്ക് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ താഴെ ഹെവി ഫ്രാക്ഷൻ താഴെ പോയി ബോട്ടം സെറ്റിൽ ആയിട്ടുണ്ടെങ്കിൽ ദാറ്റ് വിൽ റിസൾട്ട് ഇൻ എ കില്ലിംഗ്. അത് നമുക്ക് ഇപ്പോ അറിയാൻ പറ്റില്ല. കുറച്ചുകൂടി കഴിഞ്ഞാല് അല്ലെങ്കിൽ ബോട്ടം ബെൻഡിങ് ഗ്രാബൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്താലേ അത് അറിയാൻ പറ്റുള്ളൂ. പക്ഷെ ഹെവി ഫ്രാക്ഷൻസ് കാര്യമായിട്ട് ആ മെൻഷൻ ചെയ്തേക്കണമെന്ന് ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. സോ എൻവയറമെന്റൽ കോസ്റ്റ് ഡെഫിനറ്റ് ആയിട്ടും കുറച്ചൊക്കെ ഉണ്ടാവും. അത് ഇറ്റ് വിൽ റിക്വയർ സ്റ്റഡീസ്, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡീസ് വേണം. ഇപ്പോഴത്തെ സാമ്പിളിങ്സ് ഓൺലി ഒരു സ്നാപ്ഷോട്ട് എങ്ങനെയാണ് എന്തൊക്കെയുണ്ട് എന്നൊക്കെ ഉള്ളതിനെ കുറിച്ചൊരു സ്നാപ്ഷോട്ട്, ഒരു ചെറിയൊരു പിക്ചർ കിട്ടാനേ സാധ്യതയുള്ളൂ. പലരും സ്റ്റഡീസ് നടത്തുന്നുണ്ട്. KSEB, കേരള പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഒക്കെ ആക്റ്റീവായിട്ട് കുറെ സാമ്പിൾസ് എടുക്കുന്നുണ്ടെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത്. CMLROയുടെ ഷിപ്പ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ടു കളക്ട് സാമ്പിൾസ്. സോ അത് കണ്ടിന്യൂ ചെയ്യും എന്തായാലും. യെസ്, വളരെ നന്ദി ഡോക്ടർ മുഹമ്മദ് ഇക്കാര്യത്തിൽ പ്രതികരിച്ചു. എന്തായാലും പാരിസ്ഥിതിക നാശവുമായി ബന്ധപ്പെട്ട ഇടപെടലുകൾ ഇക്കാര്യത്തിൽ ഉണ്ടാവണമെന്ന കാര്യം കൂടിയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്.